കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറാകുന്നതിനേക്കാൾ ആഴമായ സ്നേഹമാണ് യേശു തന്റെ പീഡാനുഭവ കുരിശുമരണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മെ വീണ്ടെടുക്കുവാൻ യേശു എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം നൽകുന്നു. തിരുവചനത്തിലൂടെ യേശു നമുക്ക് കാണിച്ചു തരുന്നു, സമര്യക്കാരന്റെ ഉപമയിൽ മുറിവേറ്റ മനുഷ്യനു വേണ്ടി തന്റെ സമയവും തനിക്ക് ഉപയോഗിക്കേണ്ട എണ്ണയും വീഞ്ഞും താൻ കടന്നു വന്ന മൃഗത്തെയും അവനു വേണ്ടി ചിലവാക്കുന്ന ധനത്തെയും നൽകുന്നവൻ യഥാർത്ഥ അയൽക്കാരനായി മാറുകയാണെന്ന് നമുക്ക് കാണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് പലരെയും സഹായിക്കുവാൻ പലരും മടി കാണിക്കുകയാണ്, അലസത കാണിക്കുകയാണ്. ഈ അലസതയും മടിയും ഒരുവനെ പാപത്തിലേക്ക് നയിക്കുകയാണ്, ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ കടന്നു വരുവാനായി ഇടയാക്കണമേ. നാഥ, എന്നാഥ, നീയില്ലാതെ ഞാനെന്തു ചെയ്യും എൻ്റെ തമ്പുരാൻ? ഓ എൻ്റെ യേശുവേ, നിൻ തിരു സാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. ഓ എൻ്റെ യേശുവേ, നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. ആമേൻ. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഓ എൻ്റെ യേശുവേ, ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഏക ആശ്രയം അവിടുന്നാണ്, ഞങ്ങളുടെ സങ്കേതവും അവിടുന്ന് തന്നെ. ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു അപ്പാ. ഞങ്ങളെ അനുഗ്രഹിക്കാതെ അവിടുന്ന് പോകരുതേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. യേശുവേ, തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. തമ്പുരാനേ, ഉടയോനേ, ഓ എൻ്റെ പിതാവേ, എൻ പിതാവേ, യജമാനനേ, തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ, എൻ്റെ ഏക ആശ്രയം നീ, എൻ്റെ ശൈലം സങ്കേതം നീ. ആമേൻ. എൻ്റെ ഏക ആശ്രയം നീ, എൻ്റെ ശൈലം സങ്കേതം നീ. കർത്താവായ യേശുവേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ചെയ്യേണ്ട നന്മ ചെയ്യുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ,
അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമാണ്. ോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ. തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ. എന്റെ ഏകാശ്രയം യേശുവേ. ഏകാശ്രയം നീ, ഹല്ലേലൂയ. എന്റെ ശൈലം സങ്കേതം നീ, എന്റെ ഏകാശ്രയം നീ, എന്റെ ശൈലം സങ്കേതം നീ. നാഥ, എൻ നാഥ, നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും എൻ്റെ തമ്പുരാനെ. ഹല്ലേലൂയ. നിൻ തിരു സാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഈശോയെ. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. നാം ചെയ്യേണ്ട നന്മകൾ ചെയ്യുവാൻ തക്കവിധമുള്ള ബോധ്യവും മനസ്സും നമ്മിലുണ്ടാകുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.